ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. നിങ്ങൾ അധികം എന്നെ കണ്ടിട്ടില്ലാത്തൊരു രൂപത്തിലാണ് ഇന്ന് ഞാൻ. ഒരു അനാർക്കലി ചുരിദാറൊക്കെ ഇട്ടിട്ടാണ്. എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഉത്സവമാണ്. ഉത്സവം സ്റ്റാർട്ട് ചെയ്യാണ്. ഉത്സവത്തിൻ്റെ എന്താ ഞാനും കൊടിയേറ്റാണെന്ന്. ഇന്ന് കൊടിയേറ്റത്തിന്റെ ദിവസം കുറച്ച് കലാപരിപാടികളുണ്ട് കുട്ടികളുടെ. അതിനു വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയി നിൽക്കുന്ന ആളാണ് ദീ കാണുന്നത്. ഏത് പാട്ടിനാ ഡാൻസ് കളിക്കണ? ജാനു. ആജിക്കി റാത്ത് എന്ന് പറഞ്ഞ പാട്ടിനെ നമ്മൾ മുംബൈയിൽ കളിച്ചില്ലേ, ആ സെയിം സാധനത്തിനോട് നന്നാക്കി ജാനു കളിക്കുന്നതാണ് ഇന്ന്. പിന്നെ നാളെ ജാനുവിന്റെ പാട്ടും ഉണ്ട്, ഡബിൾ ഡാൻസും ഉണ്ട്. പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോയാലോ? ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ജാനുവിന് മേക്കപ്പ് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. ജാനുവിന് അത് ആ മുഖത്ത് ഇങ്ങോട്ട് തിരിഞ്ഞ ജാനുവിന് ചെറിയതായിട്ട് എൻ്റെ ഒരു മേക്കപ്പ് മാത്രമേ ഉള്ളൂ. കണ്ണെഴുതുന്ന ആൾക്ക് ഇഷ്ടമില്ല. പിരികനൊന്ന് ഇതാക്കി ചുണ്ടൊന്ന് ചോപ്പിച്ചു. പിന്നെ കണ്ണിൻ്റെ മുകളിൽ ഇത്തിരി ഐ ഷാഡോ ഇട്ടു. മൊച്ചന്ത പൊട്ടു തൊട്ടു. അമ്മൂമ്മ വാടകയ്ക്ക് എടുത്തിട്ട് വന്ന ഡ്രസ്സാണ്. ഇങ്ങോട്ട് തിരിവ് ജാനൊന്ന് കാണിക്കട്ടെ. അമ്മൂമ്മ ചാലക്കുടിയിൽ നിന്ന് വാടകയ്ക്ക് ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എടുത്തു വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇട്ടിട്ടാണ് ഇന്ന് ഡാൻസ് കളിക്കുന്നത് ജാനുക്കുട്ടി. ഒരു സ്റ്റെപ്പ് കാണിക്കൂ ജാനു. ആജ് കി രാത് മസാ ഹുസ്ൻ കാ ആँखों से लीजिए, आज की रात मसा हुस्न का आँखों से लीजिए, वक्त बर्बाद रात की बातों में कीजिए, वक्त बर्बाद न दिन रात की आंखों में कीजिए, आज की रात मसा हुस्न का आंखों से लीजिए, आज की रात. ഇതൊക്കെ തന്നെ കേട്ടാ. അപ്പൊ കുട്ടി സ്റ്റേജിൽ കയറിട്ട് ഇനി കളിക്കണാണ്. ഓർമ്മയില്ലേ ജാനുവിന്? ഡ്രസ് ജാനുവിന് ഇഷ്ടായിട്ടുണ്ട് അല്ലേ? ജാനുവിന് ഈ വക കാട്ടായൊക്കെ കാട്ടാൻ ഭയങ്കര ഇഷ്ടാ. അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം അല്ലേ ജാനു? നമശിവ് കൂട്ടുകാരോടെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് പോവാനുള്ള അമ്മ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ജാനുവിന്റെ സിംഗിൾ ഡാൻസ് ആണ് ഇന്ന്. ഉത്സവം ഡേ 1 ആണ്. ഇന്ന് കൊടിയേറ്റാണ്. അപ്പൊ കൊടിയേറ്റം കഴിഞ്ഞ് പിള്ളേരുടെ പരിപാടികളുണ്ട്. അമ്മ എത്തിയിട്ടുണ്ട്. അമ്മയെ കാണണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അമ്മ എത്തിയിട്ടുണ്ട്. അമ്മേനെ ലയന ഗ്രൂപ്പിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞത്. അമ്മ വരാറുണ്ട്. ഉത്സവത്തിന് ഫുള്ള് ഇവിടെ ഉണ്ട്. അത് പ്രശാന്തായിട്ട് രാത്രി അമ്പലത്തിലായിരിക്കും. അപ്പൊ എനിക്ക് കൂട്ടിനും പിന്നെ ഉത്സവം കൂടാനും അമ്മ വരുന്നുണ്ട് എല്ലാ കൊല്ലവും. അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ജാനുക്കുട്ടി കിലിങ്ങിയാണ് വരുന്ന. ഡാൻസ് ഉണ്ട്, അമ്മയുണ്ട്, നമശു ഓൾറെഡി പോയി. അപ്പൊ നമുക്ക് പോവാം. അമ്പലത്തിൽ വരും. അവരും വരുന്നുണ്ട് കേട്ടാ. ജാനുവിന്റെ ഡാൻസ് കാണാനായിട്ട് അമ്മിണിയും ശ്രീകുട്ടനും എന്റെ ആങ്ങളെയും നാത്തൂനും വരുന്നുണ്ട്. ജാനു എത്തില്ലേ അമ്മ സമയാകുമ്പോഴേക്കും? ഊരി കളഞ്ഞല്ലോ ദൈവമേ. പൈസ വാടകയ്ക്ക് എടുത്തത് ഡ്രസ്സ് ആക്കും ഊരി എടുത്തോ പെണ്ണത് പോന്നു. അപ്പൊ നമുക്ക് പോവാം, അമ്പലത്തിൽ പോവാം. അപ്പൊ ഞങ്ങള് അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. ജാനു ബേബി റെഡിയാണ്. ജാനുവിന്റെ ഡാൻസ് ദൈവമേ മിന്നിച്ചേക്കണേന്ന് അല്ല ജാനു? വഴിനീളെ ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടാ. ലൈറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അല്ല ജാനു ബേബി? നടക്കാൻ പേടിക്കണ്ട രാത്രി. അല്ലെങ്കിൽ വെളിച്ചെണ്ണ കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല എന്നുണ്ട്. അവിടെ വഴിയിലിടാറുണ്ട്, ഈ വഴിയിലിടാറില്ല. ഇത്തവണ പ്രശാന്തേട്ടന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണോ എന്തോ. അച്ഛനല്ലേ സെക്രട്ടറി? നമ്മുടെ ടാറിട്ട സൂപ്പർ റോഡ്, സൂപ്പർ. ഒരു തവണ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ഈ റോട്ടിൽ പോട്ടേന്ന് വന്നാലും നെല്ലായിന്ന് ഇങ്ങോട്ട് എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ടൈം വേണമെന്ന്. അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങളുടെ സെറ്റപ്പ് റോഡായി. നല്ല വീതി കൂട്ടി നല്ല അടിപൊളി ടാറിട്ട റോഡാ കേട്ടാ. 2 സെക്കൻഡ് വേണ്ട ഞങ്ങക്ക് ഇങ്ങോട്ട് എത്തണമെങ്കിൽ, നെല്ലായിന്ന് എത്തണമെങ്കിൽ. ഒക്കെ നല്ലതെന്ന് പറയണല്ലോ നമ്മള്. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ നമ്മള് നമ്മുടെ അമ്പലത്തിൽ പോവാ. നമ്മളെ അമ്പലത്തിന്റെ അവിടെ ഒരു പന്തലുണ്ടെന്ന് ഇതിൽ കണ്ടപ്പോഴാണ് കാണുന്ന. ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ ഉണ്ടാവാറില്ല. അപ്പൊ അമ്പലത്തിലെത്തി, കാണിച്ചു തരാം. നമ്മൾ അമ്പലത്തിലെത്തി മക്കളെ.
ആരപ്പ കരയണേ? അമ്മയും ജാനും അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ പോയിട്ട് വരട്ടെ. ഉള്ളിൽ പോവാം. ഇതാണ് ഞങ്ങളുടെ അമ്പലം. നമ്മുടെ പരമൂനെ കാണിച്ചുതരാം. പരമു ഇതാണ് നമ്മുടെ പരമു. കുടിയേറ്റാണാട്ടാ. ഭരതോ, നിന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കണ ഞാൻ. യോ അക്ഷയ് ലാലു അമ്മിണി ആതിര. നമ്മുടെ പിള്ളേര് സെറ്റ്. ഇത് നമ്മുടെ ലാലു. പ്രത്യേകം പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ലാലു. ഇത് പറഞ്ഞു എവിടെ അക്ഷയ് നേരത്തെ കാണിച്ചു. അക്ഷയ് ശ്രീകുട്ടേച്ചി, അക്ഷയത്തിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ കുറെ ആൾക്കാരുണ്ട് പരിചയപ്പെടുത്താൻ. ഇഷ്ടം പോലെ ഉണ്ട്. വയലുകാർ മൊത്തമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താനുണ്ട്. അർച്ചന ചേച്ചി, ഈ കുട്ടീനെ അറിയായിരിക്കും എല്ലാവരും. അർച്ചന ചേച്ചിയുടെ മോള്. ഞങ്ങൾ കുറച്ച് കത്തി വെക്കണതിൻ്റെ ഇടയിലായിരുന്നു, അതുകൊണ്ട് കുട്ടികൾക്ക് ചെറുതായിട്ട് കാണാം. ചക്കര ഓഞ്ചിനോടോ ബജ്ജിയ ബജ്ജി എന്നാണ് പറയണവൻ. സുന്ദേച്ചി, സാവിത്രേച്ചി. ബാക്കിലാരാണ്? നാളെ കൊണ്ടുവരും ഞങ്ങളുടെ ഏറ്റവും പേര് ചോദിക്കരുത്, ആളെ മനസ്സിലായിണ്ട്. ശ്രീകുട്ടന അമ്മിണിയെത്തിയുണ്ട്. പ്രസന്റ്. നാളെ നംഷീന്റെ ഡാൻസ് ഉള്ളതാണ്, എക്സ്ക്ലൂസീവ്. എല്ലാവരും വരണം. നാളെ എത്രാം തീയതി? ചിരിക്കൂ. അമ്പോ, അടിപൊളി അടിപൊളി അടിപൊളി. ചിരിക്കാൻ പറഞ്ഞ ചിരിക്കണല്ല. മിടുക്കി. പരമു അങ്ങനെ നമ്മുടെ വയലൂക്കാരെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ കൊടിയേറ്റ ആയിട്ടാ. എല്ലാവരും ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഈ ഉത്സവം എന്ന് പറയുന്നത് ഇവിടെ ഒരു 7-8 ദിവസം ഉണ്ട്. ആ ദിവസങ്ങളിലെല്ലാം പുറത്തുള്ള ആൾക്കാരും പുറത്ത് പഠിക്കാൻ പോയവരും ജോലിക്ക് പോയവരും എല്ലാവരും നാട്ടിൽ വരുന്ന ദിവസങ്ങളാണ്. എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന സമയമാണ് കേട്ടാ. പിന്നെ ദാ കാണുന്ന മുതലിനെ ഇതുപോലെയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഉത്സവമായി കഴിഞ്ഞാൽ ഫുള്ള് ബിസിയാണ്. ഫുൾ ടൈം അമ്പലത്തിലാണ്. പ്രശാന്ത് ഏട്ടൻ മാത്രമല്ല, ഇവിടുത്തെ ഒട്ടുമിക്ക ചേട്ടന്മാരും ഉത്സവത്തിന്റെ സമയം കഴിയാതെ ഫ്രീ ആവില്ല കേട്ടാ. ഉത്സവം കഴിഞ്ഞിട്ടാ പോണു. നമശിവാണെങ്കിൽ അമ്മാവനെ അമ്മായിനെയും ലോക്ക് ചെയ്തു. ഇനി ഉത്സവം കഴിയാതെ പോവണ്ടെന്നാണ് പറഞ്ഞോണ്ടിരിക്കണേ.
അപ്പൊ ഇവിടുത്തെ കൊടിയേറ്റം കഴിഞ്ഞിട്ട് ഇവിടെ തിരുവാതിരക്കളി ശനിയാഴ്ച പോയി പോയി. ആ കിട്ടി കിട്ടി. ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല. വാ അടിപൊളി അടിപൊളി. ഇപ്പൊ 2-3 കിട്ടി. ഫോട്ടോ എടുത്തു. ആ പൊളി പൊളി. ഇനി നമുക്ക് കുട്ടികളുടെ പരിപാടി കാണാം. ജാനുവിന്റെ ഡാൻസിന്റെ കുറച്ച് കുട്ടികളുടെ കലാപരിപാടികൾ നമുക്ക് കാണാം. അമ്പലത്തിൽ നിന്ന് പോന്നു കേട്ടോ. അതിന്റെ ഇടയിൽ എന്റെ മെമ്മറി ഫുള്ളായി. അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എവിടെ ചേച്ചി? ഈ പരിപാടിക്ക് നമ്മൾ ഹൈ ലെവൽ പൈസ ഇറക്കി കൊണ്ടുവന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളാണ്. പാലയിൽ നിന്ന് ദേവിക ഉണ്ണി അവിടെയുണ്ട്. ഗൾഫിൽ നിന്ന് വന്ന കുറച്ച് അതിഥികളുണ്ട്. ആൾക്കാരൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ആ സീറ്റ് കാലിയായിട്ട് നോക്കണ്ട, നിറച്ച് ജനങ്ങളാണ് ഞങ്ങളുടെ ഉത്സവത്തിന്. ഇതിപ്പോ അവിടെ നിന്ന് വരുന്നുള്ളൂ, ഉള്ളിൽ നിന്ന് തൊഴുതിട്ട് വരുന്നുള്ളൂ. ഞങ്ങളുടെ മെയിൻ പരിപാടി അവതരിപ്പിക്കുന്ന ജാനകി പ്രശാന്ത്. നാളെ മെയിനായിട്ട് അവതരിപ്പിക്കാൻ പോണ നംശിവ് പ്രശാന്ത്. ഇനി അങ്ങോട്ട് കുറച്ച് കലാപരിപാടികൾ കാണാം. ഞാൻ കുറച്ച് സ്ലോ മോഷനിലും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ പരിപാടികളും നിങ്ങളെ കാണിക്കുന്നത്. എന്ത് ചെയ്യാനാ, നമ്മുടെ യൂട്യൂബ് നമ്മളെ സമ്മതിക്കുന്നില്ലല്ലോ, കോപ്പിറൈറ്റിലിടല്ലേ നമ്മളെ. അപ്പം അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ പരിപാടികളെല്ലാം ഇതേ സോങ്ങോട് കൂടി ഇടണ പരിപാടി ആർക്കെങ്കിലും അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണം ദയവായിട്ട്. എനിക്കറിയാത്തത് കൊണ്ടാണ്. തയ്യാറാകണം എന്നറിയിക്കുന്നു. പിന്നെ നേരത്തെ കുട്ടികളുടെ കലാപരിപാടികൾ എന്ന് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. കലാപരിപാടികൾ അതാണ് ഉചിതം. ഈ ചേച്ചിയുടെ ഡാൻസ് കണ്ടപ്പോൾ എൻ്റെ നാത്തൂൻ ദേവികയും ചോദിച്ചു, ചേച്ചി കുട്ടികളുടെ കലാപരിപാടികൾ തന്നെയല്ലേ എന്ന്. പിന്നെ ഈ ഡാൻസ് കളിക്കാനായിട്ട് പ്രായവും ഇതൊക്കെ നോക്കിയിരിക്കാൻ പറ്റുമോ? നമ്മുടെ ആഗ്രഹവും നമുക്ക് പറ്റുന്ന സാഹചര്യവും അതാണല്ലോ നമുക്ക് കളിക്കാവുന്ന പ്രായം. ഓക്കെ, തയ്യാറാവാം. ഇത് നമ്മുടെ ശൈലജമ്മയുടെ മോൻ രാജേഷ് ഏട്ടൻ്റെയും ശ്രീലക്ഷ്മിയുടെയും മോളായിട്ടുള്ള ജാൻവിക്കുട്ടിയും കൂട്ടുകാരിയും കൂടി കളിക്കുന്നതാണ് കേട്ടാ. അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ അവര്. ജാനകി പ്രശാന്ത്. ഇതിനുശേഷം ആര്യനന്ദ സിനോജ് തയ്യാറാകണം എന്നറിയിക്കുകയാണ്. ഗൗരിനന്ദ സിനോജ് ഇതിനുശേഷം തയ്യാറാകണം. അപ്പൊ അടുത്തത് നമ്മുടെ ജാനുക്കുട്ടിയുടെ ഡാൻസ് ആണ്. ആജിക്കീറാത്ത് എന്ന് പറഞ്ഞ പാട്ടിനാണ് കളിച്ചത്. ഒരു രക്ഷയില്ല, പാട്ടിടാനുള്ള ഒരു നിവർത്തിയും ഇല്ല. എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്കിത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പാട്ട് മര്യാദയ്ക്ക് ഇട്ട് കോപ്പിറൈറ്റ് അടിക്കാതെ ആ ഡാൻസ് ഇട്ടാലാണ് അതിൻ്റെ ഒരു ഓളം നിങ്ങൾക്കും കൂടി കിട്ടുള്ളൂ. നേരിട്ട് കാണുന്ന വൈബ് കിട്ടുള്ളൂ.
ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ട് സൗണ്ട് കുറച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് ഇടണത്. ഇനി ഇത് ഇട്ട് കഴിയുമ്പോൾ കോപ്പിറൈറ്റ് അടിക്കുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. അങ്ങനെ കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം മ്യൂട്ടാക്കിയിട്ട് ഇടേണ്ടി വരും. അങ്ങനെ അപ്പോൾ നമ്മുടെ ജാനുക്കുട്ടി തകർത്തിട്ടുണ്ട് കേട്ടോ. ഡാൻസ് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എക്സ്പെഷ്യലി അവളുടെ എക്സ്പ്രഷൻസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കേട്ടോ. അങ്ങനെ ഒരു വലിയ മിടുക്കൻ്റെ ഹിന്ദി സോങ് പെർഫോമൻസിന് ശേഷം ഈ കുഞ്ഞു മിടുക്കൻ്റെ നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാട്ടാ. കഴിഞ്ഞ പാട് പാടിക്കടാ. അവധിമാരുണ്ട് ഇല്ലത്തുമാരെ തിന്താനേ തിന്താ തകത്തിൻ്റെ താര തിന്താനേ തിന്താ തകത്തിൻ്റെ താര. പാടിക്കോ കഴിഞ്ഞ പാടിക്കടാ. ഓക്കെ ഓക്കെ. അവനോട് വീണ്ടും പാടിക്കോളാൻ പറഞ്ഞപ്പോ അവൻ പറയാണ് ഞാൻ പാടിയതാന്ന്. പിന്നെ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്ത് വേറൊരു പാട്ട് കൂടി പാടാൻ ആള് റെഡി ആയിട്ടാ. കളിക്കണ്ട കുമ്മിന്റെ മുകളിൽ കാക്കാച്ചി വെയ്യുന്ന തടലിലൂഞ്ഞാലേ പാടാമോ ആ കയ്യിൽ ഈ കയ്യിൽ ഒരു നെല്ലിക്ക. ലാ 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 ലാ. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും അവൻ അവന്റെ പരിപാടി ഗംഭീരാക്കിയിട്ടുണ്ട് കേട്ടാ.
ഈ ശിവന്റെ താണ്ഡവം കളിച്ച ഈ കുട്ടിയുടെ ഡാൻസും ഗംഭീരായിരുന്നു കേട്ടാ. അടിപൊളിയായിട്ട് ആ കുട്ടി കളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, കണ്ടിരുന്ന എല്ലാവരും പറഞ്ഞു കേട്ടാ ഈ കുട്ടിയുടെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നമ്മുടെ അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് ഇന്ന് തൊട്ട് 10 ദിവസം അല്ല 7 ദിവസത്തേക്ക് ഇവിടെ ഫുഡ് ഉണ്ട്. ഉത്സവമായിട്ട് എന്നും വൈകുന്നേരം അത്താഴ സദ്യ ഉണ്ട്. അതാ സംഘാടകർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വിജയ് ചേട്ടൻ, ദാസൻ ചേട്ടൻ, എന്റെ പ്രശാന്ത് ചേട്ടൻ. എന്റെ ചേട്ടൻ ഒന്നും കഴിച്ചില്ല പാവം. ഉത്സവം കഴിയണവരെ നമ്മള് ബോംബെന്ന് ഇറക്കി രഞ്ജു മാഷ്. യോ 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 ഇത് നമ്മുടെ സ്വന്തം സുഭാഷ് ചേട്ടൻ. നമ്മുടെ രാശേട്ടൻ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പുറത്തൊരു രാശേട്ടനില്ല, ബോംബെന്ന് ഇറക്കിണ്ട്. പിന്നെ നമ്മുടെ ദാസൻ ചേട്ടന്റെ കഴിയാൻ വേണ്ടി കൂട്ടിരിക്കുകയാണ് പ്രശാന്ത് ചേട്ടൻ ഉണങ്ങി തുടങ്ങി പാത്രം. പാവം. സാധുകൊണ്ടാണ് അടിപൊളി ഭക്ഷണം. ഇത്രയും പേര് എഴുന്നേറ്റിട്ടും ദാസൻ ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല. പാവം ദാസേട്ടൻ വെറുതെ തമാശക്ക് പറയുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഒരു രസാണ്. അപ്പൊ നമ്മള് ബജ്ജൊക്കെ വാങ്ങിച്ചു, ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിലേക്ക് എത്തി. പ്രശാന്ത് ചേട്ടന് കുറേ ലേറ്റായിട്ട് അവരുള്ള പരിപാടികളൊക്കെ തീർന്നു. അപ്പം അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസത്തെ ഉത്സവ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.